നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ നമ്മുടെ നാട്ടുകാർ തീരുമാനിക്കും ആ കുട്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ കുട്ടി പിച്ച വെച്ച് നടക്കുമ്പോൾ മുതൽ തുടങ്ങും അതിൽ അങ്ങനെ നടക്കാൻ പാടില്ല, കുട്ടി അവിടെ ഇരിക്കുകയാണ്, വളരെ ചെറിയ കുട്ടി, 1 വയസ്സോ 2 വയസ്സുള്ള കുട്ടി, കുട്ടിയുടെ കാല് ചേർത്ത് വയ്ക്കൂ, അല്ലെങ്കിൽ കാലിങ്ങനെ അകത്തി വെച്ചാൽ അത് വളരെ മോശമാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വളർന്നാൽ ആ കുട്ടി കാല് ഉയർത്തി വയ്ക്കാൻ പാടില്ല. അതേസമയം ആ വീട്ടിൽ ആൺകുട്ടിക്ക് കാല് എത്ര വേണോ ഉയർത്തി വയ്ക്കാം, ആകാശത്ത് വയ്ക്കാം, ചുവരിൽ വയ്ക്കാം, എന്തും ചെയ്യാം. പെൺകുട്ടിയുടെ കാല് എപ്പോഴും നിലത്ത് തന്നെ ഇരിക്കണം. പിന്നെ കാലാട്ടിയാൽ തീർന്നു. പക്ഷെ അപ്പുറത്തിരുന്ന ആൺകുട്ടിയും അച്ഛനും അപ്പൂപ്പനും ഒക്കെ അങ്ങ് കാല് ആട്ടി തകർക്കുകയാണ്. അതൊന്നും കുടുംബത്തിന് പ്രശ്നമില്ല. പക്ഷെ പെൺകൊച്ചിൻ്റെ കാലം നനങ്ങിയാൽ തീർന്നു. എന്തൊക്കെ റൂൾ ബുക്കാണ്. പിന്നെ അവൾ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി പറയുകയേ വേണ്ട. ഇവിടെ ഇതായിരിക്കണം, കാല് വരെ ഇതായിരിക്കണം. പിന്നെ ഇപ്പോൾ അതെല്ലാം തോന്നുന്നു. പണ്ട് ചുരിദാർ ഇട്ട് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് ചുറ്റുന്നത് പോലെ 2 സൈഡിലും പിന്നൊക്കെ കുത്തി ഷോൾ എന്നുള്ള പേര് ബെഡ്ഷീറ്റ് ചുറ്റി വേണം നടക്കാൻ. അതാണ് കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേർ. ബെഡ്ഷീറ്റ് ചുറ്റാത്ത പെൺപിള്ളേരൊക്കെ മോശക്കാർ. പിന്നെ റോഡിൽ ആരെങ്കിലും കമൻ്റ് അടിച്ചാൽ അത് പെൺകുട്ടിയുടെ കുഴപ്പമല്ല. അവൾ അഴിഞ്ഞാടി നടന്നിട്ടാണ് അവന്മാർ കമൻ്റ് അടിച്ചത്. പെൺകുട്ടിയോട് ബസ്സിലോ പൊതുസ്ഥലത്തോ വെച്ച് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അവൾ അല്ലെങ്കിലും അഴിഞ്ഞാടി നടക്കുകയാണ്. അവളെ വേഷം കണ്ടാൽ ആരായാലും ഇടിക്കും അവളെ, അല്ലെങ്കിൽ ആളായാലും അവളെ ഒന്ന് കയറി ഞോണ്ടാൻ നോക്കും. ഇമാതിരിയത്തെ സൊസൈറ്റിയിലെ ഒരുപാട് റൂൾ ബുക്സ്. പിന്നെ പെൺകുട്ടിയാണ്, രാവിലെ എണീറ്റോണം, വല്ല വീട്ടിലും പോയി ജീവിക്കാനുള്ളതാണ്. പെൺകൊച്ചാണ്, അടുക്കളയിൽ പണി പഠിക്കണം, വല്ല വീട്ടിലും പോയി എല്ലാവർക്കും വെച്ചുണ്ടാക്കാനുള്ളതാണ്. ഇതൊന്നും ആൺകുട്ടികൾക്ക് ബാധകമില്ലേ? ആൺകുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതെന്താ അവർക്കെന്താ ജോലിക്കാർ വരുമോ? അതാ പെൺകുട്ടികൾക്ക് അത് വരില്ലേ? അതെങ്ങനെ വേലക്കാരിയായി ഭാര്യ ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഇവരൊക്കെ. പിന്നെന്താണ്? പഠിച്ചൊക്കെ നീ ജോലി മേടിച്ചാൽ നിനക്ക് കൊള്ളാം, നിനക്ക് അത്യാവശ്യം നിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷേ എന്നാലും ഇന്ദിരാഗാന്ധിയാണെന്നുണ്ടെങ്കിലും ചായ ഉണ്ടാക്കാൻ പഠിക്കണം. എന്നോടൊരാൾ ഉപദേശിച്ചതാണ്. അന്ന് എനിക്ക് ആ പറഞ്ഞ വ്യക്തിയോട് ഉണ്ടായിരുന്ന സകല ബഹുമാനവും പോയി. എന്തൊരു സ്ത്രീവിരുദ്ധതയാണ്! ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു അയൺ ലേഡിയെയാണ് വളരെ പുച്ഛത്തോടെ പറയുന്നത്. കണ്ടില്ലേ പത്രത്തിലൊരു ഫോട്ടോ, അവരിങ്ങനെ ടീ സെറ്റിൽ നിന്ന് ടീ എടുത്ത് ആരും സെർവ് ചെയ്യുന്ന ഒരു ഇതിനാണ്. കാലം ഒരിക്കലും നന്നാവില്ല.